ഒരു സിസ്റ്റത്തെ ഒന്ന് ചേഞ്ച് ചെയ്ത് 8 കിലോ വാട്ടാക്കി അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഈ 3 കിലോ വാട്ട് സിസ്റ്റം. ഇതിനെ മൊത്തം മാറ്റിയിട്ട് നമ്മൾ ഇതിപ്പോൾ സിംഗിൾ ഫേസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 ഫേസിൻ്റെ ഇൻവെർട്ടറാണ് വയ്ക്കുന്നത്. അത് UTLൻ്റെ 3 ഫേസിൻ്റെ 8 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ. അപ്പോൾ നമ്മുടെ പുതിയ സൈറ്റിലേക്കുള്ള വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ സൈറ്റിലും അപ്പോളോടെ 16 ഗേജിന്റെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. എല്ലാ വീഡിയോയിലും ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽസ് അതിനകത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ, അതായത് നമ്മുടെ സ്ട്രക്ചർ വർക്ക് ഒന്നും നമ്മൾ ഇന്നൊന്നും മാറ്റി നിന്നല്ല. അപ്പോൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അപ്പോളോടെയാണ് എല്ലാ സ്ക്വയർ ട്യൂബും എടുക്കുന്നത്. ഇവിടെ നിന്ന് രാവിലെ എത്തിയിരിക്കുകയാണ് നമ്മുടെ നൗഫലും സജീവനും. ഇന്ന് നമ്മുടെ മഹേഷ് ഇച്ചിരി ലേറ്റായിട്ടേ വരത്തുള്ളൂ കേട്ടോ. മഹേഷ് ഒരു ശകലം ലേറ്റായിട്ട് വരത്തുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നൗഫലും സജീവമാണെന്ന് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വെയിലൊക്കെ ഒന്ന് കൂടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഒന്ന് തീർക്കണം, പാനലൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ചൂടൊക്കെ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു 3 കിലോ വാട്ടിന്റെ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനാണ് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്കൊരു 8 കിലോ വാട്ടാക്കി മാറ്റേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സ്ട്രക്ചർ വർക്കൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ബാക്കിലായിട്ട് ഉള്ള സ്പേസ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വയർ ട്യൂബും കാര്യങ്ങളൊക്കെ കുറച്ച് നീളം ആവശ്യമുണ്ട്. അതായത് നമുക്ക് 8 പാനലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 8 പാനൽ നമ്മൾ ഈ ഒരു നീളത്തിലേക്ക് നമ്മൾ ഒരേ ലെവലിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ റൂഫൊക്കെ നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് ആങ്കർ ബോൾട്ട് ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹോളൊക്കെ കാണുമ്പോൾ സാധാരണപ്പെട്ട ഒരു വീട്ടുകാരന് നല്ലൊരു ചങ്കിടിപ്പോടെയാണ് കാണുന്നത്. കാരണം റൂഫൊക്കെ ഇങ്ങനെ ഹോൾ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ലീക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ കണ്ടോണം. നമ്മൾ ആ ഹോൾ അടിച്ച് അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ പൊടിയൊക്കെ നമ്മൾ ബ്ലോവർ വെച്ചിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ആ പൊടിയൊക്കെ ആ ഉള്ളിലുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് അഴുക്കോ പൊടിയൊന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹോളിലേക്ക് നമ്മൾ ഒരു കെമിക്കൽ നമ്മൾ നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഈ ഒരു കോൺക്രീറ്റിനകത്ത് വെള്ളം കയറി ലീക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടുള്ള കെമിക്കൽസ് ഇന്ന് മിക്കവാറും ഉള്ള കടകളിലൊക്കെ ഇത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കെമിക്കൽ നമ്മുടെ ആങ്കർ ബോൾട്ട് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഹോളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ ഏത് കെമിക്കലാണ് എടുക്കുന്നത്, കെമിക്കൽ പല കമ്പനികളുടെ പല ഡീറ്റെയിൽസാണ്, പല മോഡലുകളും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന കോൺക്രീറ്റിനായിട്ടുള്ള, അതായത് ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ടൊക്കെ ചെയ്തു വരുന്ന ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് വലിയ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റേറ്റ് ആവും. നമ്മൾ ആവശ്യമുള്ള ചെറിയ ചെറിയ പാക്കറ്റിൽ നമുക്ക് അത്യാവശ്യം ലഭിക്കുന്നുണ്ട്. ചെറിയ പാക്കറ്റിൽ, അതായത് ഇതുപോലെ 4 ഹോളിനോ 8 ഹോളിനോ ഒക്കെ ചെയ്യത്തക്ക രീതിയിലേക്ക് നമുക്ക് കെമിക്കൽ ഇന്ന് കിട്ടും. അത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു 100 രൂപയുടെ പാക്കാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പാക്കറ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം പൊട്ടിച്ച് ഉപയോഗിക്കുക, അല്ലതുകൊണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ഒന്ന് നമ്മൾ ആ ഒരു പാക്കറ്റിനകത്ത് വെച്ച് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട് നല്ലോണം. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന ബിൽഡേഴ്സ് ബോണ്ട് ഇത് കൺസ്ട്രക്ഷൻ വേണ്ടി മാത്രമായിട്ട് വരുന്നതാണ്. 100 രൂപ മാത്രമാണ് ഈ ഒരു പാക്കറ്റിന്. നമുക്ക് ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 4-8 ബോൾട്ടിനൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഇതുപോലെ കെമിക്കൽ അതിനകത്തേക്ക് ഉള്ളിലേക്ക് ഇറക്കുക. എന്നതിന് ശേഷം മാത്രം നമ്മുടെ ആങ്കർ ബോൾട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതിന് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് ഇറക്കി ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വെള്ളം ഒരു കാരണവശാലും വെള്ളം ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കാരണം റൂഫൊക്കെ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് എല്ലാ കസ്റ്റമേഴ്സിനും, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് വിഷമമാണ് നമ്മളുടെ വീടിൻ്റെ റൂഫുകളൊക്കെ ഇതുപോലെ ഡ്രില്ല് ചെയ്യുന്നത്. കാരണം വെള്ളം ലീക്ക് വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. പലമാതിരിയുള്ള കെമിക്കൽസ് നമ്മൾ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, പല വീഡിയോയിലും നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെഷീനകത്ത് ഇതുപോലെ ഒരു സ്പാനറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ ഹാൻഡ് സ്പാനർ വെച്ചിട്ട് നമ്മൾ നല്ലോണം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിന് മുകളിൽ സ്ക്വയർ ട്യൂബൊക്കെ കാലുകൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാലൊക്കെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ സമയമായപ്പോഴത്തേക്കും നമ്മുടെ മഹേഷ് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റായി, വണ്ടി പഞ്ചറായെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ മഹേഷാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്, കത്തിക്കുന്ന പരിപാടികൾ. അപ്പോൾ കത്തിച്ച് ഒട്ടിക്കുന്ന പരിപാടിയാണ് മഹേഷിൻ്റെത്. നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചർ വർക്കിനകത്ത് നമുക്ക് സോളാർ പാനൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ജെ ബോൾട്ടിനകത്താണ്. അപ്പോൾ ജെ ബോൾട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സോളാർ പാനലിൻ്റെ ഫ്രെയിമിലുള്ള ആ ഒരു കമ്പനി തന്നിരിക്കുന്ന ഹോളിനകത്ത് നമ്മുടെ മേളിൽ വയ്ക്കുന്ന ആ 2 പർലോങ് കറക്റ്റായിട്ട് സൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ അത്ര കൃത്യനിഷ്ഠമായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റ് കോണിപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് വരും. പാനൽ സെറ്റ് ചെയ്യുമ്പം ആ ജെ ബോൾട്ട് കറക്റ്റായിട്ട് വീഴണമെന്നുണ്ടെങ്കിൽ അളവ് കറക്റ്റ് ആയിരിക്കണം.
അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നോക്കിയാണ് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു അലൂമിനിയത്തിന്റെ ക്ലാമ്പാണ് അടിക്കുന്നതെങ്കിൽ നമുക്കതിനകത്ത് വിഷയമല്ല, എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണോ, ഒരു സ്ട്രക്ചർ വർക്ക് സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടെങ്കിൽ ഇനി പാനൽ സെറ്റ് ചെയ്യണം, അതാണ് നമ്മുടെ അടുത്ത ജോലി. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിനെ എപ്പോക്സി അടിച്ച് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്, കാരണം തുരുമ്പൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിവിടെ എപ്പോക്സി എടുത്തിരിക്കുന്നത് സാധാരണ നിലയിൽ നമ്മൾ ചെയ്യുന്ന എപ്പോക്സി അല്ല. ഇപ്പം നമ്മൾ എടുക്കുന്ന എപ്പോക്സി സൂപ്പർ എപ്പോക്സി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആണ് കളർ വരുന്നത്. അപ്പോൾ ആ ഒരു എപ്പോക്സി അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് അവിടെ കിടക്കും. അതുപോലെ തന്നെ വേറൊരു പെയിന്റ് അടിച്ച് അതിനെ ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല, നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ അവിടെ കിടക്കും. അപ്പോൾ ഈ ഒരു എപ്പോക്സി അടിക്കുന്നതുകൊണ്ട് നല്ല ഗുണമാണ്. ഇത് അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. ഏകദേശം 700 രൂപയിൽ കൂടുതലാണ് അതിന്റെ പ്രിന്റിങ് വില വരുന്നത്. അപ്പോൾ അത്രയും വില വരുന്ന ഒരു എപ്പോക്സി, അപ്പം നിങ്ങൾക്ക് ഉദ്ദേശിക്കാവുന്നതുകൊണ്ട് ആ എപ്പോക്സിയുടെ ഒരു ക്വാളിറ്റി നല്ല ഇതാണ്. അപ്പോൾ ഇതുപോലെ സ്ട്രക്ചർ വർക്കിനൊക്കെ നമ്മൾ ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത പെയിന്റ് അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഏകദേശമൊക്കെ നമ്മുടെ സ്ട്രക്ചർ വർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ അടിയിൽ നമുക്ക് ഫൗണ്ടേഷനിൽ കോൺക്രീറ്റ് ഒക്കെ ഇടാണ്ട് അത് ലാസ്റ്റാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മുടെ പാനൽസും കാര്യങ്ങളൊക്കെ 8 പാനലാണ് നമ്മൾ ഇതിന് സെറ്റ് ചെയ്യുന്നത്. ഈ 8 പാനലും നമ്മുടെ താഴെ ഇരിക്കുകയാണ്. അപ്പോൾ അത് 8 പാനൽ നമ്മൾ താഴെ നിന്ന് മുകളിൽ കൊണ്ടുവന്ന് ഇതിന്റെ സൈഡിൽ ഒക്കെ ഉള്ള ഫ്രെയിമേലുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടുണ്ട്. ഈ റിമൂവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം വെയിലടിച്ചതിന് ശേഷം ഈ ഒരു പ്ലാസ്റ്റിക് അവിടെ ഉണങ്ങി പൊടിഞ്ഞിട്ട് പിന്നീട് മഴ പെയ്യുന്ന സമയത്ത് അതിനകത്ത് പായലൊക്കെ കയറിയിരിക്കും. അപ്പോൾ ഒരു വൃത്തികേടായിട്ട് തന്നെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ അലൂമിനിയത്തിന്റെ ആ ഒരു ഫ്രെയിമിൽ വരുന്ന പ്ലാസ്റ്റിക് കവറൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ 8 പാനൽസ് ആണ്. അപ്പോൾ ആ പാനലെല്ലാം നമ്മൾ ഫ്രെയിമെല്ലാം നല്ലവണ്ണം അടുക്കി ഓരോന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ജെ-ബോൾട്ടാണ് ഇതിൻ്റെ തടിയിൽ ടൈറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രെയിമിലെ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ശകലം മെനക്കേടാണ് ഈ ഒരു സാധനം റിമൂവ് ചെയ്ത് കളയാനായിട്ട്. കാരണം ഇത് ചിലപ്പോൾ വലിക്കുന്ന സമയത്ത് അത് കീറി പോകാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് ക്ലിയർ ആയിട്ടൊക്കെ ഒന്ന് എടുത്ത് കളയുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു പാനൽസ് ഒക്കെ നമ്മൾ ഇത് കണ്ടോ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, 8 പാനൽസും നല്ല ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് ഈ ഒരു പാനൽസിന് ഏകദേശം നല്ല സ്ലോപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ടോപ്പ് സൈഡിൽ വരുമ്പോൾ നമുക്ക് ഏകദേശം 2 മീറ്ററോളം ഹൈറ്റ് നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു പാനൽസിന്റെ അടിയിലുള്ള വയറും കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി കാണുവാനായിട്ടുള്ളത്. അപ്പോൾ ജെ-ബോൾട്ടൊക്കെ നല്ലോണം ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വയറിങ്ങിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിനടിയിലെ വയറുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പർ കമ്പി ഉപയോഗിച്ചും അതുപോലെ SS-ന്റെ ടൈ ഉപയോഗിച്ചും ഒക്കെയാണ് കെട്ടി വെച്ചിരിക്കുന്നത്. കാരണം ചൂടടിച്ച് കഴിയുമ്പം ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ ഈ നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ നൈലോണിന്റെ ആ ഒരു കേബിൾ ടൈ ഒക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വയറുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് തൂങ്ങി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോപ്പർ കമ്പികളും അതുപോലെ തന്നെ SS-ന്റെ ടൈകളും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ പൈപ്പും വയറും ഒക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ പാനൽസിന്റെ അടിയിൽ മാത്രമല്ല നമ്മൾ നൈലോൺ ടൈ വെച്ചിട്ട് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ട് നമ്മൾ ഇതിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ SS-ന്റെ ജെ-ബോൾട്ട് ഉപയോഗിച്ച് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ഫ്രെയിം നമുക്ക് അടുത്തിരിക്കും, അതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആയിരിക്കും. കേബിളൊക്കെ കൊടുത്തിരിക്കുന്ന കണ്ടില്ല, അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടിയിൽ നല്ല ലുക്കായിട്ട് തന്നെ നമുക്ക് താഴെ നോക്കിയാലോ അല്ലെങ്കിൽ ദൂരെ നോക്കിയാലും നമുക്ക് ആ ഒരു വർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. വയറൊന്നും തൂങ്ങി കിടക്കാതെ നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താഴെ വന്നതിന് ശേഷമുള്ള ആ ഒരു കാഴ്ചകൾ, ഈ ഒരു 3 കിലോ വാട്ടിന്റെ ആ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ DC-DB AC-DB എല്ലാം മീറ്റർ എല്ലാ കാര്യങ്ങളും നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ഇത് നമുക്ക് മാറ്റിയതിന് ശേഷം ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇളക്കിയതിന് ശേഷം നമുക്കെന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് നമ്മുടെ പുതിയ സിസ്റ്റം 8 കിലോ വാട്ടിന്റെ ഒരു UTL-ന്റെ ഓൺ ഗ്രിഡ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതാണ് ഇൻവെർട്ടർ നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയത് ഇളക്കിയത് ഇവിടെ വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ പുതിയതിന്റെ മീറ്റർ ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ DC-DB AC-DB എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഓരോന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ AC-DB ഉണ്ട്, അതുപോലെ മീറ്റർ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എനർജി മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളിവിടെ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്നത്. നെറ്റ് മീറ്ററിങ് നേരത്തെ തന്നെ ഇതിന് ഒരു 3 ഫേസ് ലൈൻ ആയതുകൊണ്ട് അത് ഓൾറെഡി മാറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ നേരത്തെ വന്നിരുന്ന പാനൽസിൻ്റെ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് അതൊരു ലൈനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ പാനൽസിൻ്റെ സ്ട്രിങ് വേറെ ഉണ്ട്. എനർജി മീറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം നമ്മൾ നല്ല കേബിൾസും അതുപോലെ കളർ കോഡുകളൊക്കെ മുമ്പ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. AC-DB നമുക്ക് ഇൻഡിക്കേറ്റർ നമുക്ക് 3 ഫേസ് ആയതുകൊണ്ട് ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും.
KSEBിയുടെ ലൈനിൽ കറണ്ട് വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഇൻവെർട്ടറിലുള്ള പ്രൊഡക്ഷൻസ് തുടങ്ങുകയുള്ളൂ. അപ്പോൾ മാത്രമേ ആ ഒരു ഇൻഡിക്കേറ്റർ അവിടെ പ്രകാശിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ നമ്മൾ ചാലുവാക്കിയതിന് ശേഷം ആദ്യം ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ആ ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് എന്തൊക്കെ അതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ KSEBിയുടെ ലൈൻ ഓഫ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു അലാറം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. KSEB ലൈനിൽ കറണ്ട് വരുന്ന സമയത്ത് മാത്രമേ ആ അലാറം റെഡ് പോകത്തുള്ളൂ. ഗ്രിഡ് അന്നേരം ലൈന് നമുക്ക് അവിടെ ആ ഒരു ഗ്രീൻ ലൈറ്റ് അവിടെ കത്തിക്കിടക്കും, DC ഇടുന്നു കത്തിക്കിടക്കുന്നതായിട്ട് കാണും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡെയിലിയുള്ള പ്രൊഡക്ഷൻസ് കാര്യങ്ങൾ, ലൈൻ വോൾട്ടേജ്, ഓരോ ഫേസിലുള്ള വോൾട്ടേജ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 3 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ നമ്മൾ എങ്ങനെയാണ് ഒരു 8 കിലോ വാട്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.